ലക്നൌവിൽ നിർമ്മിച്ച ആദ്യ ബാച്ച് ബ്രഹ്മോസ് മിസൈലുകൾ കരസേനയ്ക്ക് കൈമാറി മറ്റൊരു നേട്ടത്തിലേക്ക് ചുവടുവെച്ച് ഭാരതം. പ്രതിരോധ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത ഇതായിരുന്നു ഇന്ത്യയുടെ ഒരു സ്വപ്നം. ആ സ്വപ്നത്തിന് പുതിയ ഊർജം നൽകുകയാണ് ലക്നൌവിൽ നിർമ്മിച്ച ആദ്യ ബാച്ച് ബ്രഹ്മോസ് മിസൈലുകൾ. ലക്നൌവിലെ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റിൽ നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് മിസൈലുകൾ ഔദ്യോഗികമായി സേനയ്ക്ക് കൈമാറിയത്. രാജ്യത്തിന്റെ പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വലിയൊരു നാഴികക്കല്ലാണ് ഈ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലെ ലക്നൌ, ആഗ്ര, കാൺപൂർ നഗരങ്ങളെ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ഹബ്ബുകളായി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഈ ചരിത്രപരമായ കൈമാറ്റം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈലുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും ഒരേപോലെ വിക്ഷേപിക്കാം എന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. ശബ്ദത്തെക്കാൾ ഏകദേശം 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾക്ക് ശത്രുവിന്റെ ഏത് പ്രതിരോധ കോട്ടയും തകർക്കാൻ സാധിക്കും. 2024-25 കാലയളവിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം 1.5 ലക്ഷം കോടി രൂപയിൽ എത്തി എന്നും 2025-26 വർഷത്തിൽ പ്രതിരോധ കയറ്റുമതി 38,424 കോടി രൂപയിലെത്തി രാജ്യം റെക്കോർഡ് നേട്ടം കൈവരിച്ചുവെന്നും രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളെ ലക്ഷ്യമാക്കി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിൽ ബ്രഹ്മോസ് മിസൈലുകൾ നിർണായകമായ പങ്കാണ് വഹിച്ചിരുന്നത്. സുഖോയ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച ബ്രഹ്മോസ് മിസൈലുകളാണ് ശത്രുവിന്റെ താവളങ്ങൾ കൃത്യതയോടെ തകർത്തത്. ആധുനിക യുദ്ധ സാഹചര്യങ്ങളിൽ ബ്രഹ്മോസിന്റെ പ്രഹരശേഷി ആഗോളതലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. ലക്നൌവിൽ തദ്ദേശീയമായ നിർമ്മാണം ആരംഭിച്ചതോടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഭാവിയിൽ കൂടുതൽ സൗഹൃദ രാജ്യങ്ങളിലേക്ക് മിസൈലുകൾ കയറ്റുമതി ചെയ്യാനുമുള്ള അവസരമാണ് ഇന്ത്യക്ക് മുന്നിൽ തുറക്കുന്നത്. ദേശീയ സുരക്ഷ ഓരോ പൗരന്റെ ഉത്തരവാദിത്തമാണെന്നും വ്യാജ വാർത്തകളെ കരുതിയിരിക്കണമെന്നും പ്രതിരോധ മന്ത്രി ചടങ്ങിൽ ഓർമ്മിപ്പിച്ചു. 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള പുതിയ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട്. 2027 അവസാനത്തോടെ ഈ മിസൈൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും. കൂടാതെ 200 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആസ്ട്ര എയർ ടു എയർ മിസൈലും 2026-27 ഉൽപാദനത്തിനായി തയ്യാറെടുക്കുന്നു. ബ്രഹ്മോസ് മിസൈലിന്റെ പുതിയ പതിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്രഹ്മോസ് മിസൈൽ ഇതിനകം തന്നെ ഇന്ത്യയിലെ ഏറ്റവും മാരകമായ ആയുധങ്ങളിൽ ഒന്നാണ്. ഇത് മണിക്കൂറിൽ 3424 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുക, അതായത് ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയിൽ. നിലവിൽ അതിന്റെ പരിധി 450 കിലോമീറ്റർ ആണ്. എന്നിരുന്നാലും അതിന്റെ പുതിയ പതിപ്പിന് ഇപ്പോൾ 800 കിലോമീറ്റർ അകലെയുള്ള ശത്രുക്കളെ ലക്ഷ്യമിടാൻ കഴിയും. 800 കിലോമീറ്റർ ബ്രഹ്മോസിനുള്ള റാംജെറ്റ് എഞ്ചിൻ ഇതിനകം തന്നെ തയ്യാറായി കഴിഞ്ഞു. കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിനായി ചില പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. കൂടുതൽ പരീക്ഷണങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസൈലിന്റെ ആന്തരിക INS, ബാഹ്യ GNSS, അതുപോലെ തന്നെ ഇതിന്റെ അനുയോജ്യത ഈ പരീക്ഷണങ്ങൾ പരിശോധിച്ചു വരികയാണ്. മിസൈൽ സ്ഥിരമായ ലക്ഷ്യത്തിലെത്തുകയും ജാമിങ്ങിനെ പ്രതിരോധിക്കുകയും കരുത്തുറ്റതായി തുടരുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് കർമ്മസ്.